നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അവൾ എങ്ങോട്ടാ പോകുന്നത്? അവൻ എവിടുന്ന വരുന്നത്? നിങ്ങൾ എന്തിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾ എപ്പോഴാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്? ഇതൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കാൻ കഴിയുന്ന ചോദ്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? അതിനൊരു വഴിയുണ്ട്. ഇതിലേതെങ്കിലും ഒരു ചോദ്യം നന്നായി പഠിച്ച് അതിൻ്റെ സ്ട്രക്ചറും മനസ്സിലാക്കുക. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് വേറെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഒന്ന് പഠിച്ചാൽ നമുക്ക് 100 എണ്ണം ചോദിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. നീ എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? വേർ ആർ യു ഗോയിങ്? എങ്ങനെയാണ്? വേർ ആർ യു ഗോയിങ്? അവൻ എങ്ങോട്ടാണ് പോകുന്നത്? വേർ ഈസ് ഹി ഗോയിങ്? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? വേർ ആർ വി ഗോയിങ്? നിൻ്റെ അച്ഛൻ എങ്ങോട്ടാണ് പോകുന്നത്? വേർ ഈസ് യുവർ ഫാദർ ഗോയിങ്? ചില ചോദ്യങ്ങളിൽ വേർ എന്ന ചോദ്യവാക്കിന് ശേഷം ആറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റു ചിലതിലെ വേറിന് ശേഷം ഈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നത്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഏകവചനമാണെങ്കിൽ, ഒരൊറ്റ ആളെ മാത്രമേ കാണിക്കുന്നുള്ളെങ്കിൽ വേറിന് ശേഷം ഈസാണ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ, ബഹുവചനമാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആളുകളെ കാണിക്കുന്നുണ്ടെങ്കിൽ വേറിന് ശേഷം ആറാണ് ഉപയോഗിക്കുക. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ ചോദ്യത്തിൽ യു ആണ് സബ്ജക്റ്റ്. യു എന്നാൽ നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ അർത്ഥമുണ്ട്. യു എന്നത് എപ്പോഴും പ്ലൂരലാണ്, അതുകൊണ്ടാണ് ആറ് ഉപയോഗിച്ചത്. രണ്ടാമത്തെ ചോദ്യത്തിൽ ഹി ആണ് സബ്ജക്റ്റ്. ഹി എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അദ്ദേഹം എന്നാണ് അർത്ഥം. അവൻ അല്ലെങ്കിൽ അദ്ദേഹം എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആളേ ഉള്ളൂ, അത് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ഈസ് ഉപയോഗിച്ചത്. അപ്പോൾ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ആറ് ഉപയോഗിക്കുക, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കുക. വേർ ആർ യു ഗോയിങ് എന്ന ചോദ്യം നമ്മളിപ്പോൾ പഠിച്ചു. ഇനി ഇതിനെങ്ങനെയാണ് മറുപടി പറയേണ്ടതെന്ന് നോക്കാം. ഉദാഹരണത്തിന്, ഞാൻ കാലിക്കറ്റിലേക്ക് പോവുകയാണ് എന്നെങ്ങനെ പറയാം? ഐ ആം ഗോയിങ് ടു കാലിക്കറ്റ്. ഐ ആം ഗോയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് രീതിയിലും അർത്ഥം പറയാം. ടു കാലിക്കറ്റ്, കാലിക്കറ്റിലേക്ക്. ഇവിടെ നമ്മൾ കാലിക്കറ്റ് എന്ന സ്ഥലം മാറ്റി വേറെ ഏത് സ്ഥലം പറഞ്ഞാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം കിട്ടും. ഉദാഹരണത്തിന്, ഐ ആം ഗോയിങ് ടു ദി ബാങ്ക്. ഞാൻ ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ. ഹി ഈസ് ഗോയിങ് എന്ന് പറഞ്ഞാൽ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ടു സ്കൂൾ, സ്കൂളിലേക്ക്. ഇവിടെ ഹി ആണ് സബ്ജക്റ്റ്, അത് ഒരാളല്ലേ ഉള്ളൂ, സിംഗുലർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഈസ് ഉപയോഗിച്ചത്. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഐ ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ആം ഉപയോഗിച്ചത്. ഐ ആം എന്ന് പറഞ്ഞത്. അടുത്തത്, അവർ ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അവർ ഫുട്ബോൾ കളിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? ദേ ആർ ഗോയിങ് ടു പ്ലേ ഫുട്ബോൾ. ഇവിടെ സബ്ജക്റ്റ് ദേ എന്നുള്ളതാണ്, അത് പ്ലൂരൽ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ആറ് ഉപയോഗിച്ചത്. ദേ ആർ ഗോയിങ് ടു പ്ലേ ഫുട്ബോൾ. ഇതുപോലെ പ്ലൂരൽ സബ്ജക്റ്റ് വരുമ്പോൾ ആറാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന്, വി ആർ ഗോയിങ് ടു പ്ലേ ഫുട്ബോൾ. ഞങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ നമ്മൾ പഠിച്ചത് നിങ്ങൾ എങ്ങോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നെങ്ങനെ ചോദിക്കാം? വേർ ആർ യു കമ്മിങ് ഫ്രം? വേർ ആർ യു കമ്മിങ് ഫ്രം? ആ ഗോയിങ് എന്നുള്ള വാക്ക് മാറ്റി അവിടെ കമ്മിങ് എന്നാക്കി. അപ്പോൾ എന്താ അർത്ഥം? നിങ്ങൾ എവിടുന്നാ വരുന്നത്? അവസാനം ഒരു ഫ്രം എന്നും കൂടി ചേർക്കണം, അപ്പോഴാണ് എവിടെ നിന്ന് എന്നർത്ഥം കിട്ടുക. രമ്യ എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെ ചോദിക്കാം? വേർ ഈസ് രമ്യ കമ്മിങ് ഫ്രം? രമ്യ എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ വേർ ഈസ് എന്ന് ഉപയോഗിച്ചത്. ഇതിനെങ്ങനെ മറുപടി കൊടുക്കാം? ഉദാഹരണത്തിന്, ഞാൻ ഓഫീസിൽ നിന്നും വരികയാണ് അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? ഐ ആം കമ്മിങ് ഫ്രം ഓഫീസ്. അടുത്തത്, അവൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വരികയാണ് അല്ലെങ്കിൽ അവൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് കമ്മിങ് ഫ്രം ദി സൂപ്പർ മാർക്കറ്റ്. അടുത്തത്, ഞങ്ങൾ സ്കൂളിൽ നിന്നും വരികയാണ് അല്ലെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? വി ആർ കമ്മിങ് ഫ്രം സ്കൂൾ. ഇവിടെ കണ്ടില്ലേ, സബ്ജക്റ്റുകൾ മാറുന്നതിനനുസരിച്ച് ആമി, ഈസ്, ആർ ഏതാണോ വേണ്ടത് അത് ഉപയോഗിക്കാം. ഇനി ഇതുവരെ നമ്മൾ പഠിച്ചത് വേർ എന്ന ചോദ്യവാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് വേർ എന്ന വാക്ക് മാറ്റിയിട്ട് അവിടെ വാട്ട് എന്ന ചോദ്യവാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. എന്താണ് വാട്ട് എന്നതിൻ്റെ അർത്ഥം? എന്ത് എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന്, നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ചോദിക്കുക? വാട്ട് ആർ യു ഡൂയിങ്? നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുകയാണ് എന്നാണ് അർത്ഥം. അടുത്തത്, വാട്ട് ഈസ് ഷീ ഡൂയിങ്? അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇനി ഇതിനെങ്ങനെയാണ് മറുപടി പറയാ? ഉദാഹരണത്തിന് ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? ഐ ആം റീഡിംഗ് ന്യൂസ് പേപ്പർ. ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പത്രം വായിക്കുകയാണ്. അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് കുക്കിംഗ് ഫുഡ്. അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ വാച്ചിങ് ടി വി. ഇപ്പം നമ്മൾ ഡൂയിങ് എന്ന വാക്കാണല്ലോ ഈ ചോദ്യത്തിൽ ഉപയോഗിച്ചത് അല്ലേ? ഇനി അത് മാറ്റിയിട്ട് വേറെ കുറേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ നോക്കാം. നീ എന്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നീ എന്ത് എഴുതുകയാണ്? എങ്ങനെ ചോദിക്കാം? വാട്ട് ആർ യു റൈറ്റിംഗ്? റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക. ഇവിടെ നമുക്ക് റൈറ്റിംഗ് എന്നാണ് വേണ്ടത്. അപ്പോഴാണ് നീ എന്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നീ എന്ത് എഴുതുകയാണ് എന്നർത്ഥം കിട്ടുള്ളൂ. അടുത്തത്, അവൾ എന്ത് വാങ്ങുകയാണ്? വാട്ട് ഈസ് ഷീ ബൈയിങ്? ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. വാട്ട് ഈസ് ഷീ ബൈയിങ് എന്ന് പറഞ്ഞാൽ അവൾ എന്ത് വാങ്ങുകയാണ്. അടുത്തത്, അവർ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എങ്ങനെ ചോദിക്കാം? വാട്ട് ആർ ദേ ടോക്കിംഗ് അബൌട്ട്? വാട്ട് ആർ ദേ ടോക്കിംഗ് അബൌട്ട്? അടുത്തത്, അവൻ എന്ത് കഴിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ എന്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്? എങ്ങനെ പറയാം? വാട്ട് ഈസ് ഹീ ഈറ്റിംഗ്? നീ എന്ത് നോക്കുകയാണ്, അല്ലെങ്കിൽ നീ എന്ത് തിരയുകയാണ്, അല്ലെങ്കിൽ നീ എന്താണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ എങ്ങനെ ചോദിക്കാം? വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? ഇവിടെയൊക്കെ സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ ഈസ് ഉപയോഗിക്കുക, സബ്ജക്റ്റ് പ്ലൂരൽ ആവുമ്പോൾ ആർ ഉപയോഗിക്കുക. ഇനി നമുക്ക് വാട്ട് എന്ന ചോദ്യവാക്ക് മാറ്റിയിട്ട് വൈ എന്ന ചോദ്യവാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. എന്താ വൈ എന്നതിൻ്റെ അർത്ഥം? എന്ത് കൊണ്ട്, അല്ലെങ്കിൽ എന്തിന് എന്നൊക്കെയാണ് ഈ ചോദ്യവാക്കിൻ്റെ അർത്ഥം. ഉദാഹരണത്തിന്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? എങ്ങനെ ചോദിക്കുക? വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ? സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക. വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ? നീ എന്തിനാണ്, അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്? അടുത്തത്, കുഞ്ഞെന്തിനാണ് കരയുന്നത്? വൈ ഈസ് ദി ബേബി ക്രയിങ്? അവർ എന്തിനാണ് ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? എങ്ങനെ ചോദിക്കാം? വൈ ആർ ദേ ലാഫിങ്? ഇനി നമുക്ക് വെൻ എന്ന ചോദ്യവാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യം നോക്കാം. ഉദാഹരണത്തിന്, നമ്മൾ എപ്പോഴാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്? വെൻ ആർ വി ഗോയിങ് ടു ബാംഗ്ലൂർ? വെൻ ആർ വി ഗോയിങ് ടു ബാംഗ്ലൂർ? അടുത്തത്, വിച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യം. നീ ഏതാ സെലക്ട് ചെയ്യുന്നത്? വിച്ച് ആർ യു സെലക്ടിങ്? വിച്ചിന് ഏത് എന്നാണ് അർത്ഥം. അടുത്തത്, അവൻ എത്ര മണിക്കാണ് ദുബായിൽ നിന്നും വരുന്നത്? എത്ര മണിക്ക് എന്നുള്ളതിന് ഏതാ വാക്ക്? വാട്ട് ടൈം? വാട്ട് ടൈം ഈസ് ഹീ കമ്മിങ് ഫ്രം ദുബായ്? അവൻ എത്ര മണിക്കാണ് ദുബായിൽ നിന്നും വരുന്നത്? ഇനി അടുത്തത്, ഹു എന്ന ചോദ്യവാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള രണ്ട് ചോദ്യങ്ങൾ നോക്കാം. ഹു എന്ന ചോദ്യവാക്കിന് ആര് എന്നാണ് അർത്ഥം. നീ ആരെയാണ് കാത്തു നിൽക്കുന്നത്? എങ്ങനെ ചോദിക്കുക? ഹു ആർ യു വെയിറ്റിംഗ് ഫോർ? അടുത്തത്, അവൻ ആരോടാണ് സംസാരിക്കുന്നത്? എങ്ങനെ ചോദിക്കും? ഹു ഈസ് ഹി ടോക്കിംഗ് ടു? ഈ ചോദ്യങ്ങളെല്ലാം നോക്കൂ. വേർ ആർ യു ഗോയിങ് എന്ന ഒറ്റ ചോദ്യത്തിന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയത്. ഇത്തരത്തിലെ വ്യത്യസ്ത ചോദ്യങ്ങളിൽ സബ്ജക്റ്റും വേർബും ചോദ്യവാക്കും മാറ്റിക്കൊണ്ട് നൂറുകണക്കിന് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കാൻ പറ്റുന്നവയാണ്. ഇവ നന്നായി പഠിച്ച് സന്ദർഭമനുസരിച്ച് നിങ്ങളുടെ സംസാരത്തിലും ഉൾപ്പെടുത്തുക. ഇനി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കുറച്ച് മലയാളം സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതിൻ്റെ ശരിയായ സെൻറ്റൻസ് ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി കമൻറ്റ് ബോക്സ് നോക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.